ഹായ് ഓൾ, എക്സിടെക്കിന്റെ മറ്റൊരു അതിമനോഹരമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയുടെ തുടക്കം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ, റോസിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള റോസാപ്പൂക്കള് നല്ല വലിയ സൈസിൽ തന്നെ വീട്ടിൽ നമ്മൾക്ക് എങ്ങനെ വീണ്ടും വീണ്ടും ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വളങ്ങളൊക്കെയാണ് ഉള്ളത്. അതിനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 3 വളപ്രയോഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. റോസാ ചെടി എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വളം എന്ന് പറയുന്നത് കോഴിമുട്ടത്തോലാണ്. അപ്പോൾ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന കോഴിമുട്ടയുടെ തോല് എടുത്ത് വെച്ചിട്ട് അതിതാ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്തതാണ്. ഒരു 2 ആഴ്ചയൊക്കെ വെയിലത്ത് വെച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ തേയില, നമ്മുടെ ഡെയിലി ഉണ്ടാക്കുന്ന ചായ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന പൊടി ഉണ്ടല്ലോ, അതൊന്ന് വാഷ് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ട് ഉണക്കിയതാണത്. അതേപോലെ തന്നെ ഉള്ളിത്തോല്, പിന്നെ പഴത്തിൻ്റെ തോല്. അപ്പോൾ ഇതാ ആദ്യം തന്നെ ഞാൻ ഈ എഗ്ഷെൽസ് ഒക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോവാണ്. കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയത് കൊണ്ട് പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ പൊടിഞ്ഞു കിട്ടും നമുക്ക്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാനിതാ പൊടിച്ചെടുക്കുകയാണ്. കാടമുട്ടേൻ്റെയും അതേപോലെ നാടൻ മുട്ടയും പിന്നെ നമ്മൾ സാധാരണ കോഴിമുട്ടേൻ്റെ എല്ലാത്തിൻ്റെയും തോലുണ്ട്. ഇപ്പോൾ ഇതാ നന്നായിട്ട് ഞാൻ കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒന്ന് ഫൈൻ പൗഡർ ആക്കി എടുക്കണം. നന്നായിട്ട് ഫൈനായിട്ട് കിട്ടിയില്ലെങ്കിലും ഒന്ന് പൗഡർ ആക്കി എടുക്കണം. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ്. ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അതിനെ ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഒരു ഫസ്റ്റ് ബാച്ചിൽ തന്നെ ഞാൻ മുഴുവനും ഇടുന്നുണ്ട്. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ ഒന്നായിട്ട് ഇടണ്ട കേട്ടോ, പിന്നെ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ് വരും. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ കോഴിമുട്ടത്തോല് നന്നായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതാ നല്ല പൗഡറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഈ രീതിയിൽ നമ്മൾ റോസിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വളമാണ് അതിന്. പൂക്കളൊക്കെ നിറച്ചുണ്ടായിക്കോളും. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്യാത്തുണ്ടെങ്കിൽ കോഴിമുട്ടത്തോലൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് ഇതേപോലെ റെഡിയാക്കി വെക്കുക. ഇനി ഇതേ ജാറിലേക്ക് തന്നെ ഞാൻ നേരത്തെ കാണിച്ച തേയില ഉണ്ടല്ലോ, നമ്മുടെ ചായപ്പൊടി ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പഞ്ചസാരൊക്കെ ഇട്ട് ചായ ഉണ്ടാക്കിയതാണെങ്കിൽ ഒന്ന് അരിപ്പയിലിട്ടിട്ട് അങ്ങനെ തന്നെ ടാപ്പിൻ്റെ താഴെ വെച്ചിട്ട് കഴുകിയാൽ മതി. എന്നിട്ട് അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് ഉണക്കുക. അപ്പോൾ അതും ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പൊടിക്കാതെ തന്നെ ഇടാം കേട്ടോ, ഓൾറെഡി പൊടിയാണല്ലോ. പിന്നെ ഞാനൊന്നും കൂടി ഒന്ന് ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അതും ഞാനിതാ ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഉള്ളിത്തോല് ഇതേപോലെ തന്നെ ഒരു 2-3 ആഴ്ച ഞാൻ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയതാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഉള്ളിത്തോല് നമ്മൾ അങ്ങനെ തന്നെ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ചെടി നനയ്ക്കുമ്പോൾ അത് പിന്നെ ഇങ്ങനെ ചീഞ്ഞ് വരും. അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊടിച്ചിട്ടിടുന്നത്. പിന്നെ ചെടികളുടെ വേരും ഒക്കെ ചിലപ്പം ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പൊടിച്ചിട്ടിടുന്നത്. അതുപോലെ നമ്മൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടിടാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് എല്ലാം ഓരോരോ ബോട്ടിലാക്കി വെക്കുന്നത്. ഇനി ഇത് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വളമാണ് കേട്ടോ റോസിന്. കാരണം പഴത്തിൻ്റെ തോലെന്ന് പറഞ്ഞാൽ NPK റേഷ്യോ ഒക്കെ നന്നായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഐറ്റമാണ്. അപ്പോൾ അതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചെടി നന്നായിട്ട് പൂക്കളും മൊട്ടുകളും ഒക്കെ ഇടാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു വലിയ പീസ് ബാക്കിയായിട്ടുണ്ട്. സാറിൽ നമുക്ക് അടുത്ത ബാച്ചിൻ്റെ കൂടെ ഒന്നും കൂടി അത് ഗ്രൈൻഡ് ചെയ്യാം. അപ്പോൾ ഇത് മിക്സ് ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ വേറൊരു പേപ്പറിലേക്ക് അത് മാറ്റിയിരിക്കുകയാണ്. അപ്പം പഴത്തിൻ്റെ തോലാണിത്. മൈസൂർ പഴമോ നേന്ത്രപ്പഴമോ റോബസ്റ്റോ ഏതായാലും കുഴപ്പമില്ല. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പഴത്തിൻ്റെ തോല് ഇങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ ഇതാ കുറച്ച് ഉള്ളിത്തോല് ഇട്ടിട്ടുണ്ട്.
പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ തോലുണ്ടല്ലോ, നമ്മുടെ പൊട്ടാറ്റോ പീൽ, അതും ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഇത് മൂന്നും കൂടെ ഞാൻ പൊടിച്ചെടുക്കുകയാണ്. ഇതുപോലെ കിട്ടും. നല്ല വളമാണ് കേട്ടോ ഇത്. ശരിക്കും നമ്മൾ വെള്ളം കൊടുക്കുന്ന പോലെ തന്നെ അതിന് കഴിക്കാനും കൊടുക്കണം, എന്നാലേ മാത്രമേ അത് നല്ല രീതിയിൽ നമുക്ക് പൂക്കളിട്ട് തരുള്ളൂ. അപ്പം മൊത്തത്തിൽ ഞാനിതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല കേട്ടോ, ഇതൊക്കെ കൂടെ വേസ്റ്റിൽ കൊണ്ടുവരുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു അപ്പം കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുക. എന്നിട്ട് വൈകുന്നേരമോ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴോ എവിടെയെങ്കിലും നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ഒരു പേപ്പറിൽ വിരിച്ച് കൊണ്ടുവച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ, മഴയൊന്നും പെയ്യുന്നില്ലാത്ത ക്ലൈമറ്റ് ആകുമ്പോൾ ഞാൻ എടുക്കാറൊന്നുമില്ല, അവിടെ തന്നെ വെക്കലാണ്. ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ നന്നായിട്ട് ഇത് ഉണങ്ങി കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കണ്ടെയ്നറിലാക്കി വെച്ചാൽ മതിയല്ലോ. നമ്മൾക്ക് ആവശ്യമുള്ളപ്പോൾ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കണ്ടല്ലോ, ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ചെടികൾ താനേ പൂവിട്ട് തുടങ്ങിക്കോളും. നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന ചെടികളാണെങ്കിലും അത് പിന്നീട് പൂക്കാതിരിക്കുന്ന ഒരു വിഷയമുണ്ട്. അപ്പോൾ വെറുതെ ഇങ്ങനെ വെള്ളം രാവിലെ വൈകുന്നേരം ഒഴിച്ചു കൊടുത്താൽ മാത്രം പോരാ, അങ്ങനെ നമ്മൾ ചെറിയ രീതിയിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയും വേണം. വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ലാത്ത കാര്യമല്ലേ, നമ്മളെ വീട്ടിൽ വേസ്റ്റ് ആയിട്ട് വരുന്ന സാധനങ്ങളല്ലേ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ വളങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ 4 വളങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇത് മുട്ടത്തോല്, പിന്നെ ഇതാ തേയില, ചായപ്പൊടി, അതേപോലെ ഉള്ളിത്തോല്, പിന്നെ നമ്മുടെ മിക്സ്, ഉള്ളിത്തോലും പൊട്ടാറ്റോ പീലും പിന്നെ പഴത്തിൻ്റെ തൊലിയും കൂടിയുള്ള മിക്സ്. ഇത് 4ഉം കൂടി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിനനുസരിച്ച് നമുക്കിത് ചെടിയിലിട്ട് കൊടുക്കാം. എങ്ങനെയാണ് ഇത് ചെടിയിലിട്ട് കൊടുക്കുന്നതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് എൻ്റെ റോസാ ചെടികൾ. എൻ്റെ അടുത്തിപ്പോൾ 5 നിറത്തിലുള്ള റോസാണുള്ളത്. ഇതാ ഒന്ന് മൊട്ടിട്ടിട്ടുണ്ട്. ഇത് ഓറഞ്ച് കളറാണ് കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു ഓറഞ്ചിഷ് കളറായിട്ടുള്ള റോസാണ് ഈ രണ്ടാമത്തെ നിൽക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും നല്ല രീതിയിൽ കട്ടിയിലിപ്പോൾ ഇലകൾ വന്നിട്ടുണ്ട്. കാരണം ഞാനിങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് തിക്കാക്കി എടുത്തതാണ്. അപ്പം ഇനി നമുക്ക് എങ്ങനെയാണ് വളം ഇട്ട് കൊടുക്കുന്നത് നോക്കാം. ആദ്യം തന്നെ അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ എന്തെങ്കിലും കളകൾ നമ്മുടെ ചട്ടിയിലുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റിക്കളയണം. പിന്നെ ഇതാ 1 സ്പൂണ് നമ്മുടെ മുട്ടത്തോല് പൊടി. അടുത്തതായിട്ട് അതേ അളവ് തന്നെ നമ്മൾ തേയില, ചായപ്പൊടിയും ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള 2 വളമാണിത്. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മണ്ണ് അതിൻ്റെ മുകളിലേക്കും ഒക്കെ ആയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ കമ്പിനെ ചേർത്തിട്ട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ, വളങ്ങളൊന്നും അരുവിലേക്കായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ എല്ലാ ചെടിക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ റോസിൻ്റെ എല്ലാ ചെടിക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ വളം, ഈ 2 വളവും. ഇനി നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കണം. എപ്പോൾ നമ്മൾ വളം ഇട്ട് കൊടുത്താലും നന്നായിട്ട് നനച്ചു കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഈ 2 വളം മാത്രമേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇറങ്ങി നീച്ച് വന്നതാ. ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വളപ്രയോഗത്തിനായിട്ട് കഞ്ഞിവെള്ളമാണ് നമുക്ക് വേണ്ടത്. തലേന്നത്തെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് ഞാനൊരു ബോട്ടിലിൽ ഒഴിച്ചു വെച്ചിട്ട് അതിലേക്ക് ഈ വളം ഇട്ട് കൊടുക്കുകയാണ്, നമ്മുടെ പഴത്തൊലിയുടേത്. 1 അടുത്ത എത്ര? 1 കഴിഞ്ഞാൽ എത്ര? 2 3 4 4 കഴിഞ്ഞാല് 5 6. അപ്പോൾ ഞാൻ 6 ടേബിൾ സ്പൂണ് ഇതിലേക്ക് ഈ വളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആശി പറ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കഞ്ഞിവെള്ളത്തിലേക്ക് വളം ഇട്ട് പറ.
ഇത് അടച്ചു വെക്കാം അല്ലേ? നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് നമുക്കിത് മിക്സ് ആക്കി കൊടുക്കാം. ഓക്കെ, ഈ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വളം യൂസ് ചെയ്യാൻ പോകുന്നത്. അതുവരെ നമുക്കിത് എവിടെയെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്യാം. അപ്പം നമ്മുടെ വളം നന്നായിട്ട് പുളിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 ഇരട്ടി വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആ ബോട്ടിലിൽ അതിൻ്റെ അതേ 3 ഇരട്ടി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാ ചെടീൻ്റെ ചുവട്ടിലേക്കും ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇത് ഓരോ വളപ്രയോഗവും ഞാൻ 2 ആഴ്ച വിട്ടിട്ടാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യല്ല ചെയ്തത്, 2 ആഴ്ച വിട്ട് ഇതൊക്കെ ചെയ്ത്. അതേപോലെ തന്നെ ഉള്ളിത്തോലിൻ്റെത് ഞാൻ പിന്നെ അതിനുശേഷം എടുക്കുക അതേപോലെ തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. അത് വെള്ളത്തിലൊന്നും മിക്സ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ അതും ചെയ്യാവുന്നതാണ്. ഒരുപാട് ടൈം എടുത്ത വീഡിയോ ആണ്. ഓരോ വളവും 2 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെടികളുടെ വളർച്ച കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. കണ്ടില്ലേ, ഈ ഒരു വളപ്രയോഗം ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള മൊട്ടും പൂക്കളൊക്കെ ആണിത്. ഒരൊറ്റ കൊമ്പിൻ്റെ മുകളിൽ തന്നെ 3 മൊട്ടൊക്കെ വന്നപ്പോൾ നല്ല സന്തോഷമായിട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് ചെടിയിൽ കാണാം. ഇത് കുറച്ച് മുൻപുണ്ടായതാണ്, അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ള പിക്ക് ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്തതാണ്. നല്ല കളറും നല്ല വലുപ്പത്തിലൊക്കെയാണ് നമുക്കിപ്പം പൂക്കൾ വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ രീതിയൊക്കെ ഒന്ന് വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. നല്ല കളറിൽ പൂക്കളൊക്കെ മുറ്റത്ത് വരുമ്പോൾ നല്ല ഭംഗിയല്ലേ? അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ബൈ.